I am Ennemcien. ഒരു കപ്പാസിറ്ററിലെ ചാർജ് ഒരു റെസിസ്റ്റൻസിൽ കൂടെ ഡിസ്ചാർജ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഡിസ്ചാർജ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. അപ്പോൾ ബിഗിനിങ്ങിൽ ഡിസ്ചാർജ് കറണ്ട് മാക്സിമമാണ്. പിന്നെ ഡിസ്ചാർജ് കറണ്ട് കുറഞ്ഞു വരും. ഈ ഡിസ്ചാർജ് എക്സ്പോണൻഷ്യൽ ഫോർമുല എന്നും കണ്ടു. e⁻t/RC. RC ആണ് അവിടുത്തെ റിലാക്സേഷൻ ടൈം. അത് കഴിഞ്ഞ് ഈ ഡിസ്ചാർജ് വളരെ സ്ലോ ആകുമെന്നൊക്കെ കണ്ടു. പക്ഷേ ഡിസ്ചാർജ് പൂർണ്ണമാകും. ഒരേ രീതിയിൽ ഡിസ്ചാർജ് പോയിക്കൊണ്ടിരിക്കും. ഒരു ഗ്രാജുവൽ പ്രോസസ്സ്. ഇനി നമുക്ക് കാണേണ്ടത്, ഒരു കപ്പാസിറ്ററിലെ ചാർജ് ചെയ്തൊരു കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റിലോട്ടും ഒരു ഇൻഡക്റ്റൻസ് കോയിൽ കണക്ട് ചെയ്യുന്നു. ഒരു കോയിൽ കണക്ട് ചെയ്തിരിക്കുക. ഇത് റെസിസ്റ്റൻസിൻ്റെ കൂട്ടം അല്ല. കാരണം കണക്ഷൻ കിട്ടുന്ന ഉടനെ ഇവിടെ നിന്നുള്ള എക്സസ് ഇലക്ട്രോൺസ് പാഞ്ഞ് ഇത് കൂടെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് സെക്കൻഡ് പ്ലേറ്റിലോട്ട് വരാനായിട്ടൊരു തത്രപ്പാട് കാണിക്കും. അപ്പോൾ ഈ കോയിലിൽ ഒരു കറണ്ട് പെട്ടെന്ന് ക്രിയേറ്റഡ് ആകുക. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ മൂലം കോയിൽ അതിനെ എതിർക്കും. കോയിലിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുക. അത് ചേഞ്ചിങ് ഫീൽഡാണ്. സോ ഇറ്റ് വിൽ ഒപ്പോസ് എനി ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് എ കറണ്ട്. അപ്പോൾ ഈ എതിർപ്പ് ഉള്ളത് കൊണ്ട് ഇവിടുത്തെ പിക്ചർ ആകെ ഒന്ന് മാറും. വെറും പ്യുവർ റെസിസ്റ്റൻസിൽ കൂടെ പോകുന്നത് പോലെ അല്ല ഇവിടെ സംഭവം. നമുക്കൊന്ന് നോക്കാം. ഇവിടെ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് V, ഇൻഡക്റ്റൻസ് കോയിലിലെ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് ഓഫ് എ കോയിൽ Φ = L/I എന്ന് നേരത്തെ ഇൻഡക്ഷനകത്ത് നമ്മൾ കണ്ടതാണ്. എങ്കിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF, L എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്, അല്ല സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയാം. കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ഓർ സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ Φ = L/I വെൻ കറണ്ട് ഇൻ ടു കോയിൽ ഈസ് I ആംപിയർ. ഈ I ചേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ ഫൈയും ചേഞ്ച് ചെയ്യും. ഫൈ ചേഞ്ച് ചെയ്താൽ ഇൻഡക്ഷൻ നടക്കും. ഈ ഇൻഡ്യൂസ്ഡ് EMF ഫാരഡേസ് ലോ അനുസരിച്ച് dφ/dt എന്ന് പറഞ്ഞാൽ d/dt ഓഫ് L/I. എല്ലാ കോയിലിൻ്റെ ഒരു കോൺസ്റ്റൻറ്റാണ്. അതപ്പോൾ ഡിഫറൻഷ്യലിന് പുറത്തെടുക്കാം. അപ്പോൾ പോയിട്ട് L/di/dt. ഇതാണ് കോയിൽ ഡെവലപ്പ് ചെയ്യുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഇവിടെ കപ്പാസിറ്ററാണ് ചാർജ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഈ ചാർജ് പോവുക എന്ന് പറയുമ്പോൾ കറണ്ട് ഉണ്ടാകുക ഇവിടെ. അപ്പോൾ ഈ കറണ്ട് സ്റ്റഡി കറണ്ട് അല്ല. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ നടക്കും L/di/dt. അപ്പോൾ ടോട്ടൽ EMF ഈസ് V + L/di/dt. ദാറ്റ് ഷുഡ് ബി 0. നമ്മൾ വെളിയിൽ നിന്നൊന്നും കൊടുത്തിട്ടില്ലല്ലോ. വെളിയിൽ നിന്നൊരു സോഴ്സ് ഓഫ് EMF ഇല്ല. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ഓഫ് ദി സിസ്റ്റം V + L/di/dt ഈക്വൽ സപ്ലൈഡ് വോൾട്ടേജ് എന്നാണ് പറയുന്നത്. നമ്മൾ ബാറ്ററിയും ഹീറ്ററിയൊന്നും ഇല്ലല്ലോ. ഓർ V = Q/Z. I എന്ന് പറഞ്ഞാൽ dQ/dt. ഇതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ അങ്ങനെ ആവും Q/C + L/d², d/dt ഓഫ് dQ/dt. 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അവിടെ. അത് കാണിക്കാനായി ഈ d²Q/dt² എന്ന് എഴുതുന്നത്. അതായത് സാറിന് A² B² എന്ന് പറയുന്ന സ്ക്വയർ അല്ല. 2 പ്രാവശ്യം നമ്മൾ ഡിഫറൻഷിയേഷൻ നടത്തി എന്നുള്ളത്. ഒന്ന് di/dt, ആ I എന്ന് പറഞ്ഞാൽ dQ/dt. അപ്പോൾ ക്യൂവിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ 2 പ്രാവശ്യം. അതാണ് d²Q/dt = 0. ഓർ സിംപ്ലിഫൈ ആണല്ലോ, d²Q/dt² ഇത് മറു സൈഡിൽ പോവും -1/LC × Q. ഇതാണ് ഈ സർക്യൂട്ടിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ അല്ല, ഇതൊരു സെക്കൻഡ് ഓർഡർ ഇക്വേഷനാണ്.
ഇതേ ഫോമിലൊരു ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഇവിടെ എക്സ് വരുമ്പോൾ ഇവിടെ എക്സ്, ഇവിടെ ക്യൂ വന്നപ്പോൾ ഇവിടെ ക്യൂ ഉണ്ട്. ഒമേഗ സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ്, അതുപോലെ ഇവിടെ 1/LC വന്നിട്ടുണ്ട്. ഈ ഒമേഗ സ്ക്വയർ ഈ രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ ഒമേഗ സ്ക്വയർ ഈക്വൽസ് 1/√LC. ഒമേഗ ഈസ് 1/√LC. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു ഫ്രീക്വൻസി ആയി. അപ്പോൾ എഫ് ഈക്വൽസ് ω/2π ഓർ 1/2π√LC. ഇവിടെ എന്തപ്പാ കയറി ഫ്രീക്വൻസിയൊക്കെ കയറി വരുന്നത്. ഇതിൽ നിന്ന് കിട്ടിയത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയപ്പോഴേ മനസ്സിലാക്കണം ഇതിനകത്ത് ഡിസ്ചാർജ് സാമാന്യക്കാരനല്ല, സാധാരണക്കാരനല്ല. ഇപ്പോൾ ഡിസ്ചാർജ് സിസ്റ്റം ഓസിലേറ്ററി ഡിസ്ചാർജാണ് ഇപ്പോൾ നടക്കുന്നത്. കപ്പാസിറ്ററിയിൽ നിന്ന് ഇറങ്ങിപ്പോകും, മറ്റേ കോയിലിൻ്റെ പ്രസൻസ് കൊണ്ട് ഇറങ്ങിപ്പോയ ചാർജ് തിരിച്ചു ചെന്ന് കയറും, പൊളാരിറ്റി മാറിക്കയറും, പിന്നെ ഇറങ്ങിപ്പോകും. അപ്പോൾ കപ്പാസിറ്റർ പറഞ്ഞു വിടും ചാർജിനെ ഇറങ്ങിപ്പോളാം, കോയിൽ തിരിച്ചു കൊണ്ട് തള്ളും, അങ്ങോട്ട് പോകും. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ടഗ് ഓഫ് വാർ ആ സത്യത്തിൽ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് സ്പ്രിംഗ് ലോഡ് സിസ്റ്റത്തിൻ്റെ ഇക്വലൻ്റ്, ഇതിൻ്റെ മെക്കാനിക്കൽ ഇക്വലൻ്റാണ് സ്പ്രിംഗ് ലോഡ് സിസ്റ്റം. സ്പ്രിംഗ് ലോഡ്, ഒരു സ്പ്രിങ് വെർട്ടിക്കലായിട്ട് സ്പ്രിങ് തൂക്കിയിട്ടിട്ട് അതിൻ്റെ അറ്റത്തൊരു ലോഡ് കൊടുക്കുക. ഈ ലോഡൊന്ന് വലിച്ചിട്ട് വിട്ട് കഴിഞ്ഞ് ഇത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. അവിടെ കളിക്കുന്നത് ഈ ലോഡിൻ്റെ വെയ്റ്റ് mg, സ്പ്രിങ്ങിൻ്റെ റെസ്റ്റോറിങ് ഫോഴ്സ്. ഇതിൽ ലോഡിന് ഇനേർഷ്യ ഉള്ളത് കൊണ്ട് ഇത് ചലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മീൻ പൊസിഷനെ കൂടെ കടന്നു പോകുമ്പം ഹയസ്റ്റ് സ്പീഡിലാണ്. അപ്പോൾ അവിടെ മീൻ പൊസിഷൻ ചെന്ന് നിൽക്കാൻ പറ്റാതെ വരും. അപ്പം മുകളിലോട്ട് കയറി സ്പ്രിങ്, ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്പ്രിങ് സിമ്പിൾ വൈബ്രേഷൻ്റെ പോസ്റ്റിങ്സൊക്കെ ഇട്ടപ്പോൾ പോകേണ്ടത് കൂടുതൽ മുകളിലോട്ട് അങ്ങ് പോകും. അപ്പോൾ സ്പ്രിങ് കംപ്രസ് ആകും, സ്പ്രിങ് പിടിച്ചൊരു തള്ളു കൊടുക്കും, ഇങ്ങോട്ടൊന്നും വരണ്ട. അപ്പോൾ ലോഡ് താഴോട്ട് പോകും, താഴോട്ട് പോകുമ്പോൾ ആശാനി പോകേണ്ടത് കൂടുതൽ അങ്ങ് താഴോട്ട് പോകും. അപ്പോൾ സ്പ്രിങ് എക്സ്റ്റെൻഡഡ് ആകും, സ്പ്രിങ് ഉടനെ തിരിച്ചു പിടിക്കും. ഈ പണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഓസിലേഷൻ നടക്കുന്നത്. അതുപോലെ അതിൻ്റെ ഇലക്ട്രിക്കൽ ഇക്വലൻ്റാണ് ഈ കപ്പാസിറ്ററും കോയിലും കൂടെ കണക്ട് ചെയ്യുന്ന കോമ്പിനേഷൻ, സ്പ്രിംഗ് ലോഡ് സിസ്റ്റം. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം, കാരണം പല കോമ്പറ്റേറ്റീവ് ടെസ്റ്റിനോ അല്ല സാധാരണ എക്സാമിനേഷനോ ഒക്കെ ചോദിക്കാം. ഇതിൻ്റെ മെക്കാനിക്കൽ ഇക്വലൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സ്പ്രിംഗ് ലോഡ് സിസ്റ്റം. കയറി ഇവിടെ കോയിൽ സ്പ്രിങ്ങിൻ്റെ ടൈപ്പ് വരച്ചിരിക്കുന്നു പറഞ്ഞ് ഇത് സ്പ്രിങ്, ഇനി ലോഡ് എവിടെ ഇതാണ് ഞാൻ ഇത് സ്പ്രിങ് അല്ലേ കോയിലായത്. പെരുമാറ്റത്തിൽ ഇത് സ്പ്രിംഗ് ലോഡ് സിസ്റ്റത്തിൻ്റെ പെരുമാറ്റം പോലെ. ഇവിടെ ഈ കപ്പാസിറ്ററിന് ഇലക്ട്രിക്കൽ ഇനേർഷ്യ ഉണ്ട്. അവിടെ സസ്പെൻഡഡ് ലോഡിന് മാസ് കൊണ്ടുള്ള ഇനേർഷ്യ ഉള്ളതുപോലെ അതിലെ 1/2 mv² കൈനറ്റിക് എനർജി ഒരു മാസിൻ്റെ, അതിന് പകരം കപ്പാസിറ്ററിൻ്റെ എനർജി 1/2 cv². അവിടെ എം വന്നിടത്ത് ഇവിടെ സി ആ വന്നിരിക്കുന്നു, എം ആണല്ലോ മെക്കാനിക്കൽ ഇനേർഷ്യ. അതുപോലെ ഇവിടെ സി അതിൻ്റെ ആ ഫോർമുലയിൽ അതിന് തത്തുല്യമായ ഫോർമുലയാണ് എമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടെ സി ആ കയറി വന്നിരിക്കുന്നത്. ആ സിക്ക് അപ്പോൾ ഇലക്ട്രിക്കൽ ഇനേർഷ്യ എന്ന് പറയാം, ഇലക്ട്രിക്കൽ ഇനേർഷ്യ. അപ്പോൾ ഇവൻ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും ചാർജ്, ഇനേർഷ്യ ഉണ്ട്. പക്ഷേ കോയിൽ ഇത് വിട്ടുകൊടുക്കത്തില്ല. പുള്ളി സെൽഫ് ഇൻഡക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ചെറുക്കും. അവൻ സ്പ്രിങ്ങിൻ്റെ പണിയാണ് കാണിക്കുന്നത്. ഒരു പരിധി കൂടുതൽ സ്പ്രിങ് കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവൻ പിടിച്ച് തള്ളും, എന്നൊക്കെ ശല്യം ചെയ്യാമെന്ന് പറഞ്ഞു. വലിച്ച് നീട്ടാൻ പോയി കഴിഞ്ഞാൽ ആദ്യം അത് സമ്മതിക്കുകയല്ല, പുള്ളി പഴയ ലെങ്തിലേക്ക് വരാൻ ശ്രമിക്കും. അപ്പോൾ ഈ സെൽഫ് ഇൻഡക്ഷൻ ഇത് ക്രമീകരിക്കാനുള്ള ശ്രമം, കപ്പാസിറ്റർ ചാർജ് ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും, കോയിൽ അത് ക്രമീകരിക്കാൻ മെനക്കെടുകയും ചെയ്യും, സെൽഫ് ഇൻഡക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെയുള്ള ഒരു ടഗ് ഓഫ് വാറിൻ്റെ ഫലമായിട്ട് ചാർജ് ഇതിൽ കിടന്ന് ഈ സർക്യൂട്ടിൽ കിടന്ന് ഓസിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കപ്പാസിറ്ററിൽ നിന്ന് ഈ എക്സസ് ഇലക്ട്രോൺസ് ഒരു പോക്കിനിഞ്ഞ് പോരും, ഇവിടെ ന്യൂട്രലൈസ് ചെയ്യും. പക്ഷേ ന്യൂട്രലൈസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒഴുക്ക് നിൽക്കില്ല. കപ്പാസിറ്റർ ഇലക്ട്രിക്കൽ എനർജി ഉള്ളതുകൊണ്ട് ഈ പോകേണ്ടത് കൂടുതൽ ഇലക്ട്രോൺസ് ഇഞ്ഞ് പോരും. അപ്പോൾ ഈ അപ്പർ പ്ലേറ്റ് മൈനസ് ആകും, ഇത് പ്ലസ് ആകും, ഉടനെ തിരിച്ചടിക്കും. അപ്പോൾ ആ വരവിലും ഇനേർഷ്യ ഫാക്ടർ ഉള്ളതുകൊണ്ട് വരേണ്ടത് കൂടുതൽ ഇഞ്ഞ് വരും.
അപ്പോൾ ഇവിടെ പ്ലസ് ആകും, വീണ്ടും ഇത് മൈനസ് ആകും, ഇത് പ്ലസ് ആകും, ഉടനെ തിരിച്ചടിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തിരുവാര കളിക്കും ഈ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ ഇങ്ങനെ ഇവിടെ ഓസിലേറ്റ് ചെയ്താൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പുറത്ത് വരും. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിനകത്തെ ചാർജിൻ്റെ ഫ്രീക്വൻസി തന്നെയാണ്. ദറ്റ് ഈസ് 1/2π√LC. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, ഈ കോയിൽ വൈൻഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന കമ്പി അതിനൊരു ഓമിക് റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഈ ഓസിലേഷൻ എത്രയും പെട്ടെന്ന് അങ്ങ് നിൽക്കും. നമ്മൾ സിമ്പിൾ പെൻഡിലൊന്ന് വലിച്ച വിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ച് നേരം ആടിയിട്ട് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞങ്ങ് നിൽക്കുമല്ലോ. കാരണം അതിൻ്റെ എനർജി ചുറ്റുപാടുമുള്ള എയറിൻ്റെ വിസ്കസ് ഫോഴ്സ്, റെസിസ്റ്റീവ് ഫോഴ്സ് കൊണ്ട് ഈറ്റപ്പിയും ആ സറൗണ്ടിങ് എയർ കുറേശ്ശെ ഈ എനർജി തിന്ന് ആംപ്ലിറ്റ്യൂഡ് ഇല്ലാതായി അങ്ങ് നിൽക്കും. അതുപോലെ അവിടെ ഒരു ഡിസിപ്പേറ്റീവ് ഫാക്ടറാണ് ഓസിലേഷനെ നിർത്തുന്നതിന്, ഡാമ്പിങ് ഫാക്ടർ എന്ന് പറയും. അതിന് പകരം ഇവിടെ ഈ കണക്ഷൻ വയറിൻ്റെയും കോയിൽ ചുറ്റാൻ ഉപയോഗിച്ച കമ്പിയുടെ ഒക്കെ റെസിസ്റ്റൻസ് ഉണ്ട്. എത്രയൊക്കെ വിചാരിച്ചാൽ ഓമിക് റെസിസ്റ്റൻസ് ഈ റൂം ടെമ്പറേച്ചറിൽ സാധാരണ വസ്തുക്കൾക്കെല്ലാം ഉണ്ട്. എത്ര നല്ല കണ്ടക്ടറാന്ന് തരും. അപ്പോൾ ഈ റെസിസ്റ്റൻസ് കാരണം ഇത് കുറേശ്ശെ ചൂടാകും ഈ കോയിലും ഒക്കെ. അങ്ങനെ എനർജി കുറേശ്ശെ നഷ്ടപ്പെടുക, ഓസിലേഷൻ അങ്ങ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഡാംഡ് ഓസിലേഷൻസാണ് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്ന ഒരു തരം ഓസിലേഷനായത്. അപ്പോൾ ഇത് ക്യൂ പ്ലോട്ട് ചെയ്യുന്നു, വൈ ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടെ ടൈം പ്ലോട്ട് ചെയ്യുന്നു. തുടക്കത്തിൽ Q0 ചാർജ്, അവിടെ നിന്ന് ഇങ്ങനെ വന്നു, ചാർജിൻ്റെ പൊളാരിറ്റി മാറി, പ്ലേറ്റുകൾ അങ്ങോട്ട് വീണ്ടും പ്ലസും മൈനസും ആയി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഡാംഡ് ഓസിലേഷൻ. അപ്പോൾ സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് ഒരേ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ആംപ്ലിഫയർ സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കും. നഷ്ടപ്പെടുന്ന എനർജി ഇടയ്ക്കിടയ്ക്ക് പാച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഓസിലേഷൻ കിട്ടും. അതാണ് ഓസിലേറ്റർ ഇലക്ട്രോണിക്സിൽ. അപ്പോൾ ഇത് ഓസിലേറ്ററിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഈ സർക്യൂട്ട്. ഇതിനെ ടാങ്ക് സർക്യൂട്ട് എന്നാണ് വിളിക്കുക, TANK, ടാങ്ക് സർക്യൂട്ട്. അപ്പോൾ ഇതിൽ നിന്നും പുറത്ത് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഫ്രീക്വൻസി നമുക്ക് എത്ര വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. N വാല്യൂ C വാല്യൂ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഓസിലേറ്റർ സർക്യൂട്ടാണ്. ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ഉൽപ്പാദിപ്പിക്കാനായിട്ട്, റേഡിയോ വേവ്സും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണിത്. ഇതിൽ നിന്നൊരു ആൻറ്റന കണക്ട് ചെയ്താൽ, ഇതിൽ നിന്നൊരു ആൻറ്റന ഇവിടെ നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്താൽ ആൻറ്റന ഈ വേവിനെ അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്തോളും. അപ്പോൾ ഇത്രയും കാര്യം, ഇതൊക്കെ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. ഇത്രയും കാര്യം കൊണ്ട് ഈ പോസ്റ്റിംഗ് നിർത്തുന്നു. താങ്ക് യു.